നമസ്കാരം. ഡ്രോയിങ് അനുസരിച്ച് സ്ക്വയർ ഫിറ്റിംഗ്, സ്റ്റെപ്പ് ഫിറ്റിംഗ് മുതലായവ പരിശീലിക്കുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ചെയ്യാനാകും. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് അളവുകൾ അടയാളപ്പെടുത്തുക. ഹാക്സോയിങ്ങിലൂടെ ലോഹം മുറിക്കുക. ±0.25 മില്ലിമീറ്റർ കൃത്യതയിലേക്ക് സ്റ്റെപ്പുകൾ ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ചെയിൻ ഡ്രിൽ ചിപ്പിംഗ് വഴി അധിക മെറ്റീരിയൽ മുറിച്ച് നീക്കം ചെയ്യുക. സ്ക്വയർ സ്ലോട്ടിൽ സ്ക്വയർ നിർമ്മിക്കുക. നമുക്ക് ഫിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ആവശ്യമായ ഫിറ്റ് ചെയ്യാൻ വേണ്ട വലിപ്പത്തിലേക്കോ രൂപത്തിലേക്കോ അളവോ രൂപമോ കൊണ്ടുവന്ന ശേഷം പാർട്ടുകളുടെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടതാണ് ഫിറ്റിംഗ്. ഫിറ്റിങ്ങിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സാധാരണയായി ഒരു വർക്ക് ബെഞ്ചിലാണ് ചെയ്യുന്നത്. ഒരു ഫിറ്റിംഗ് ഷോപ്പിൽ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ മാർക്കിംഗ്, ചിപ്പിംഗ്, സോയിങ്, ഫയലിംഗ്, സ്ക്രേപ്പിംഗ്, ഡ്രില്ലിംഗ്, ത്രെഡ് കട്ടിംഗ് തുടങ്ങിയവയാണ്. ഇതിന് ആവശ്യമായ ഉപകരണങ്ങൾ ഇവയൊക്കെയാണ്: സ്റ്റീൽ റൂൾ, ഡോട്ട് പഞ്ച്, ബെഞ്ച് വൈസ്, ബാൽപിൻ ഹാമർ, ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രിൽ ബിറ്റ്, ചിസിൽ, വെർനിയർ കാലിപ്പർ, ഫയൽസ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ഹാക്സോ ബ്ലേഡ് വിത്ത് ഫ്രെയിംസ്, സർഫേസ് ടേബിൾ, സ്ക്രൈബർ, വെർനിയർ ഹൈറ്റ് ഗേജ്, ട്രൈ സ്ക്വയർ, മൈക്രോമീറ്റർ, മാർക്കിംഗ് മീഡിയ ആൻഡ് ആംഗിൾ പ്ലേറ്റ്. ±0.25 മില്ലിമീറ്റർ കൃത്യതയോടെയാണ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഫയലിങ്ങിനും ഫിനിഷിങ്ങിനുമുള്ള നടപടിക്രമം നമുക്ക് ഇപ്പോൾ പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കളുടെ അളവുകൾ പരിശോധിക്കുക. mm × 45 mm × 18 mm വലിപ്പത്തിൽ വർക്ക് പീസ് ഫയൽ ചെയ്ത് പൂർത്തിയാക്കുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സമാന്തരതയും ലംബതയും ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജും ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 15 മില്ലിമീറ്ററിലും 30 മില്ലിമീറ്ററിലും സമാന്തര രേഖകൾ മാർക്ക് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജും ആംഗിൾ പ്ലേറ്റും ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്നും 15 മില്ലിമീറ്ററിലും 30 മില്ലിമീറ്ററിലും സമാന്തര രേഖകൾ മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച്, ബോൾപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് പാർട്ട് 1ലെ പ്രൊഫൈൽ ലൈനുകൾ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ മുറിച്ചു മാറ്റുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് സ്റ്റെപ്പുകൾ ഫയൽ ചെയ്യുക. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ജോബിൻ്റെ വലിപ്പം അളർന്ന് ±0.25 മില്ലിമീറ്റർ കൃത്യത നിലനിർത്തുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സമചതുരം പരിശോധിക്കുക. അതുപോലെ ഡ്രോയിങ്ങിൽ കാണിച്ചതുപോലെ എക്സസ് മെറ്റീരിയൽ മുറിച്ച് മാറ്റുക.
സ്മൂത്ത് ഫയലുകൾ ഉപയോഗിച്ച് ഡ്രോയിംഗ് അനുസരിച്ച് സ്റ്റെപ്പുകൾ ഫയൽ ചെയ്യുക. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് ജോബിൻ്റെ വലിപ്പം അളക്കുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ് പരിശോധിക്കുക. സ്മൂത്ത് ഫയലുകൾ ഉപയോഗിച്ച് ജോബ് പൂർത്തിയാക്കി ഡീബർ ചെയ്യുക. അതുപോലെ ഡ്രോയിംഗ് അനുസരിച്ച് പാർട്ട് ബി ഫിനിഷ് ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് പാർട്ട് എയും പാർട്ട് ബിയും പരസ്പരം മാച്ച് ചെയ്യുക. ഓയിലിൻ്റെ ഒരു നേർത്ത പാളി അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. അടുത്തതായി ഡ്രോയിംഗ് അനുസരിച്ച് ഇൻസൈഡ് സ്ക്വയർ ഫിറ്റ് നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമം നമുക്ക് പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അളവുകൾ പരിശോധിക്കുക. ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് ഉപരിതലത്തിൽ റഫ് ഫയൽ ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും ഉറപ്പാക്കുക. mm ഇൻറ്റു 70 mm ഇൻറ്റു 11 mm അളവിൽ ±0.04 mm കൃത്യത നിലനിർത്തിക്കൊണ്ട് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് സർഫസുകൾ ഫ്ലാറ്റും സ്ക്വയറും ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് പാർട്ട് 1-ൽ അളവുകൾ മാർക്ക് ചെയ്യുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 20 മില്ലിമീറ്ററിലും 50 മില്ലിമീറ്ററിലും സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 20 മില്ലിമീറ്ററിലും 50 മില്ലിമീറ്ററിലും സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഡ്രോയിംഗ് അനുസരിച്ച് വിറ്റ്നസ് മാർക്കുകൾ പഞ്ച് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിൽ പാർട്ട് 1 ഹോൾഡ് ചെയ്ത് ഡ്രോയിംഗ് അനുസരിച്ച് അധിക ലോഹം നീക്കം ചെയ്യാൻ ദ്വാരങ്ങൾ ചെയിൻ ഡ്രിൽ ചെയ്യുക. ഡ്രില്ലിൻ്റെ ചുറ്റളവ് വിറ്റ്നസ് മാർക്കുകൾ തൊടുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് ചെറിയ ഫ്ലാറ്റ് ചിസിലും ഹാമറും ഉപയോഗിച്ച് ചെയിൻ ഡ്രിൽ ചെയ്ത് വിടർന്ന ഭാഗങ്ങൾ നീക്കം ചെയ്യുക. ±0.04 മില്ലിമീറ്റർ കൃത്യത നിലനിർത്തിക്കൊണ്ട് ഫയലുകളുടെ വ്യത്യസ്ത ഗ്രേഡുകൾ ഉപയോഗിച്ച് ചിപ്പ് ചെയ്ത ഭാഗം വലുപ്പത്തിലും രൂപത്തിലും ഫയൽ ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വലിപ്പം പരിശോധിക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് ഉള്ളിലെ 4 കോണുകളിൽ ഹാക്സോ ഉപയോഗിച്ച് റിലീഫ് ഗ്രോവുകൾ കട്ട് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അസംസ്കൃത വസ്തുക്കൾ പരിശോധിക്കുക. ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് എല്ലാ ഫേസുകളും റഫ് ഫയൽ ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് ഫ്ലാറ്റ്നെസ്സും സ്ക്വയർനെസ്സും ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ജെന്നി കാലിപ്പർ 30 മില്ലിമീറ്ററിൽ സെറ്റ് ചെയ്യുക. ജെന്നി കാലിപ്പർ ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 30 മില്ലിമീറ്റർ അകലെ ഒരു സമാന്തര രേഖ മാർക്ക് ചെയ്യുക. ജെന്നി കാലിപ്പർ ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 30 മില്ലിമീറ്റർ അകലെ ഒരു സമാന്തര രേഖ മാർക്ക് ചെയ്യുക. ഒരു ഡോട്ട് പഞ്ചും ബോൾ പിൻ ഹാമറും ഉപയോഗിച്ച് വിറ്റ്നസ് ലൈനുകൾ മാർക്ക് ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് 30 മില്ലിമീറ്റർ ഇൻറ്റു 30 മില്ലിമീറ്റർ ഇൻറ്റു 11 മില്ലിമീറ്റർ വലുപ്പത്തിലേക്ക് ±0.04 മില്ലിമീറ്റർ കൃത്യത നിലനിർത്തിക്കൊണ്ട് ഫയൽ ചെയ്യുക.
ട്രൈസ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ്സും ഫ്ലാറ്റ്നെസ്സും പരിശോധിക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഫ്ലാറ്റ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ജോബ് പാർട്ട് 1, പാർട്ട് 2 ഫിനിഷ് ഫയൽ ചെയ്യുക. എല്ലാ പ്രതലങ്ങളിലും കോണുകളിലും ഡീബർ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് പാർട്ട് 2 പാർട്ട് 1ലേക്ക് മാച്ച് ചെയ്യുക. അല്പം ഓയിൽ പുരട്ടി മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. ഡ്രോയിങ് അനുസരിച്ച് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് അളവുകൾ അടയാളപ്പെടുത്തുക. ഹാക്സോയിങ് വഴി ലോഹം മുറിക്കുക. ±0.25 മില്ലിമീറ്റർ കൃത്യതയിലേക്കുള്ള ഫയൽ ഫിനിഷ് സ്റ്റെപ്പുകൾ. ചെയിൻ ഡ്രിൽ ചിപ്പിംഗ് വഴി അധിക മെറ്റീരിയൽ മുറിച്ച് നീക്കം ചെയ്യുക. സ്ക്വയർ സ്ലോട്ടിൽ സ്ക്വയർ നിർമ്മിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രോയിങ് അനുസരിച്ച് സ്ക്വയർ ഫിറ്റിംഗ്, സ്റ്റെപ്പ് ഫിറ്റിംഗ് മുതലായവ പരിശീലിക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.